ഷാനവാസ് ശരിക്കും കളി അറിഞ്ഞുകൊണ്ട് ആട്ടമാടുന്ന നല്ല ബെസ്റ്റ് മൈൻഡ് പ്ലെയർ ആണ്. അനീഷിനെ വരെ കൂടെ നിർത്തിയിരിക്കുന്നത് ഗെയിമിനാണോ എന്ന് നമ്മൾ സംശയിക്കേണ്ടി വരും. കാരണം ഈ ഷാനവാസിന്റെ ഒരു ഗ്രാഫ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഫുൾ ഗെയിമാണ്. ഇന്നത്തെ എപ്പിസോഡ് മൊത്തത്തിൽ ഷാനവാസ് തൂക്കി, ടാസ്ക് അലമ്പിക്കളഞ്ഞു, ടാസ്കിനെ കുളവാക്കി എന്നൊക്കെ കുറെ പേരുകളുടെ കമന്റ് കണ്ടായിരുന്നു. കുറെ പേരുകൾ അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞ് കേട്ടായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചോദിക്കട്ടെ, ബിഗ് ബോസ് കൊടുക്കുന്ന ഒരു ടാസ്ക് ഇവര് നേരാവണ്ണം അത് കളിച്ച് കംപ്ലീറ്റ് ചെയ്യുമ്പോഴാണോ, അതോ അതിനകത്ത് വെറൈറ്റി ട്വിസ്റ്റുകൾ വന്ന് ടാസ്കിനെ വേറെ വഴി തിരിച്ച് വിടുന്നതാണോ അവിടുത്തെ ഒരു ടേണിംഗ് പോയിന്റ്, അല്ലെങ്കിൽ ഒരു ഗെയിം ചേഞ്ചിങ് മൊമെന്റ് എന്ന് പറയുന്നത്? ഇപ്പോഴും നിങ്ങൾക്ക് ആർക്കും മനസ്സിലായിട്ടില്ലേ? ഷാനവാസ് കളിക്കുന്ന പോലെ ഒരു ടാസ്ക് ഇങ്ങനെ അവർ കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ 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 അതിനെ ട്വിസ്റ്റ് വൈസ് കൊണ്ടുപോയി കുറെ നമുക്ക് എൻജോയിങ് ഫാക്ടർ ഇതിൽ നിന്ന് കിട്ടണമെങ്കിൽ ഇങ്ങനെ കുറെ സാധനങ്ങൾ അതിനകത്ത് നിന്ന് പൊട്ടണം. എന്നാൽ മാത്രമേ നമുക്കും ഇതുപോലത്തെ ഫാക്ടർ സാധനങ്ങൾ ഇതിൽ നിന്ന് കിട്ടത്തുള്ളൂ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടി. നല്ല രീതിക്ക് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു എപ്പിസോഡായിരുന്നു ഇന്ന്. കണ്ടന്റോട് കണ്ടന്റ് ആയിരുന്നു എപ്പിസോഡിനകത്ത്. ലൈവിലും കണ്ടന്റ് ആയിരുന്നു, നല്ല കണ്ടന്റ് ഉണ്ടായിരുന്നു. കാരണം റിയാസിനെ ഗസ്റ്റ് അല്ലേ, അപമാനിച്ചില്ലേ? ഞാൻ ചോദിക്കട്ടെ, ഇറ്റ്സ് എ ഗെയിം. ഹിന്ദിയൊക്കെ നിങ്ങൾ പോയി കാണണം. ഗസ്റ്റുകളെ എടുത്ത് അലക്കി ഉടുത്ത് സൈഡിൽ കൊണ്ട് വെക്കും. അങ്ങനെയൊന്നും ചെയ്തില്ലല്ലോ. റിയാസിനെ കൊണ്ട് പറ്റുന്ന രീതിയിൽ മാക്സിമം ഷാനവാസിനെ ആയാലും ഒനീലിനെ ആയാലും അനീഷിനെ ആയാലും ഒക്കെ എക്സ്പോസ് ചെയ്യിക്കാൻ, അവരുടെ ഉള്ളിലുള്ള സാധനത്തിനെ പുറത്തു കൊണ്ടുവരാൻ നോക്കി. കുറെ സാധനങ്ങളൊക്കെ പുറത്തു വന്നു. അവരുടെ ഗെയിം ചേഞ്ച് ചെയ്യാതെ തന്നെ അവരുടെ ഉള്ളിലെ സാധനം പുറത്ത് വലിച്ചിടാൻ നോക്കി. അത് റിയാസിന്റെ ഗുഡ് ഗെയിം. റിയാസ് നോക്കി എല്ലാ പരിപാടിയും നടന്നു. പക്ഷേ ഷാനവാസ് തിരിച്ച് റിയാസിനോട്ടൊരു പണി പണിഞ്ഞത്, റിയാസിനെ കയറി നല്ല രീതിക്ക് അത് കൊണ്ടിട്ടുണ്ട്. പക്ഷേ ഷാനവാസ് കളിച്ചതാണ് ഗെയിം. ഗെയിമാണിത്. ഗെയിം ആകുമ്പോൾ ഇതിനകത്തൊന്നും നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഷാനവാസ് ഇന്നത്തെ ദിവസം അവിടെ സൈലന്റ് ആയിട്ട് ഇരുന്നെങ്കിൽ നമുക്ക് കാണാൻ കണ്ടന്റ് ഇല്ല. റിയാസ് പറയുന്ന ജോലി അനുസരിച്ച് അത് ചെയ്തുകൊണ്ടിരുന്നെങ്കിൽ പിന്നെ എന്താണ്? ഇതാണ് ബിഗ് ബോസ്. ബിഗ് ബോസ് ഇങ്ങനെയാണ് കളിക്കേണ്ടത്. ഓക്കെ, ദെൻ നെവിന്റെ വിഷയം രൂക്ഷമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഷാനവാസിന്റെ മറ്റിടത്ത് കയറി നെവിൻ പിടിച്ചു എന്നുള്ള സംഭവം തന്നെയാണ്. ഇത്രയും ദിവസം ഞാൻ അങ്ങനെ പറഞ്ഞില്ല. ഷാനവാസിന്റെ മറ്റിടത്ത് നെവിൻ കയറി പിടിച്ചു. അതാണ് ഇന്നത്തെ എപ്പിസോഡിൽ വളരെ വ്യക്തമായിട്ട് ക്ലൂകൾ പല സാധനവും ഷാനവാസ് പറയുന്നുണ്ട്. ബസ് സ്റ്റാൻഡിലും ബസ്സിനകത്തും നിന്നെ പോലെ പലരും എന്നോട് ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, ഞാൻ അവരോട് പ്രതികരിച്ചിട്ടുണ്ട്. അപ്പോൾ നെവിൻ എന്താണ് ചെയ്തത്? ഷാനവാസിന് അപ്പം നെവിൻ എന്താണ് ചെയ്തത്? ഞാൻ അതാണ് ചോദിക്കുന്നത്. ഷാനവാസിന്റെ ഭാഗത്ത് ശരിയോ തെറ്റോ എന്നുള്ള കാര്യം അറിയില്ല. പക്ഷേ ഷാനവാസ് ഉന്നയിക്കുന്ന ആരോപണം മറ്റിടത്ത് പിടിച്ചു എന്നുള്ള ആരോപണം തന്നെയാണ്. ബെഡ് മാറിക്കിടന്നു, അതുപോലെ പിടിച്ചപ്പോൾ അടിച്ചു, പിന്നെ പുതപ്പിന്റെ അടിയിലെ വിഷയം, വൃത്തികേട് എൻ്റെ അടുത്ത് പ്രവർത്തിച്ചു. ഇപ്പൊ അത് ബസ് സ്റ്റാൻഡിലും ബസ്സിലും ഈ 5 സാധനങ്ങളും ചൂണ്ടിക്കാണിക്കുന്നത് ഈ ഒരു ഒറ്റ അർത്ഥം തന്നെയാണ്, വേറെ ഒന്നുമല്ല. ഇത് ആ സാധനം തന്നെയാണ്. ഇനി നടന്നിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ ദിവ്യദൃഷ്ടിയൊന്നുമില്ലല്ലോ. പതപ്പിനകത്ത് നടന്ന സാധനമാണ്. ഇനി അഥവാ നടന്നിട്ടുണ്ടെങ്കിൽ എന്തിനാണ് നെവിൻ ഇത്രയും ഒരു നിങ്ങൾ അങ്ങനെ പറയുന്നു ഇങ്ങനെ പറയുന്നു എന്ന് പറഞ്ഞൊരു സാധനം കാണിക്കുന്നു എന്ന് കേട്ട് കഴിഞ്ഞാൽ ശരിക്കും അതൊരു കോൺഫിഡൻസ് ആണ്. അഥവാ നടന്നിട്ടുണ്ടെങ്കിൽ പുതപ്പിനകത്ത് നടന്നാൽ ഒരു കാരണവശാലും ആരും അത് പൊക്കാൻ പോകുന്നില്ല. ഷാനവാസ് കിടന്ന് അലയ്ക്കുന്നതല്ലാതെ ആരും പൊക്കാൻ പോകുന്നില്ല എന്നൊരു കോൺഫിഡൻസ് നെവിനുണ്ട്. പക്ഷേ ഈ വീക്കെൻഡിൽ ഇത് ചർച്ചയാക്കപ്പെട്ട് ഷാനവാസിന് ന്യായം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഷാനവാസ് അറിഞ്ചാൻ പുറിഞ്ചാൻ ഇവിടെ വെട്ടിയിടുമെന്നാണ് എനിക്ക് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്. കാരണം പുള്ളി രണ്ടും കൽപ്പിച്ചാണ് നിൽക്കുന്നത്. ആരുടെ ഭാഗത്താ ന്യായവും നമുക്കിപ്പോഴും അറിയില്ല. ഓക്കെ, വൻ വിഷയമായി മാറും അത്. പിന്നെ ഇന്നത്തെ ദിവസം ആ ടാസ്ക് വൈസ് ക്യാപ്റ്റൻസി എന്ന് ഒരാളുടെ ഡയറക്ടർ സെലക്ട് ആയി, വോട്ടിന്റെ ബേസിസിൽ അതിനകത്ത് നിന്ന് ഒരാളുടെ ഡയറക്ടർ സെലക്ട് ആയി, സ്റ്റാറിന്റെ ഇതിൽ ഡയറക്ടർ സെലക്ട് ആയി. ഞാൻ പറയട്ടെ, ഈ ടാസ്ക് ഏറ്റവും അതിമനോഹരമായിട്ട് ചെയ്ത 2-3 വ്യക്തികളുണ്ട്. ഒന്ന് ഈ പറയുന്ന പോലെ ആദില തന്നെയാണ്. ഓണറുടെ മകളുടെ റോൾ അടിപൊളിയായിട്ട് ആദില ചെയ്തു. അതുപോലെ തന്നെ GM നമ്മുടെ ലക്ഷ്മി നന്നായിട്ട് ആ റോള് കൊണ്ടുപോയി എൻ്റെ ആ ടാസ്കില്. അതുപോലെ പിന്നെ നമ്മുടെ അക്ബർ നല്ല സൂപ്പർ ആയിട്ടാണ്, ഒരു അസിസ്റ്റന്റ് മാനേജറിനെക്കാൾ ഒരു മാനേജറിന്റെ ഒരു പദവി പോലെയാണ് അക്ബർ അതിനകത്ത് മൊത്തത്തിൽ നല്ല രീതിയിൽ കളിച്ചത്. ദെൻ പിന്നെ പറയുകയാണെങ്കിൽ അഭിലാഷും നൂറ ഒരു ജാനിറ്റേഴ്സ് എങ്ങനെയാണോ നിൽക്കേണ്ടത് അതുപോലെ തന്നെയാണ് 2 പേര് നിന്നത്. അനീഷ്, ഷാനവാസ്. അപ്പൊ എടുത്തു പറയാനുള്ളത് മെയിൻ ആയിട്ട് എനിക്ക് ഇതിനകത്ത് ഫോക്കസ് ചെയ്യാൻ പറ്റുന്ന 2 പേരുകൾ അല്ലെങ്കിൽ ഒരു 3 പേര് പറയാൻ പറഞ്ഞാൽ ഞാൻ പറയും നമ്പർ 1 ആദില, നമ്പർ 2 ലക്ഷ്മി, നമ്പർ 3 അക്ബർ. ഇവർ 3 പേരുമാണ് ഈ ടാസ്കിനകത്ത് ഏറ്റവും സൂപ്പർ ക്യാരക്ടറിൽ നിന്ന് വിടാതെ അതിനെ സൂപ്പർ മെച്യൂരിറ്റിയോട് കൂടി കൈകാര്യം ചെയ്ത 3 പേര്. പക്ഷെ ഇതിനകത്ത് ലക്ഷ്മിയുടെ അടുത്ത് മാത്രം ഈ ക്യാപ്റ്റൻസിയുടെ സമയം വരുമ്പോൾ ആരും ലക്ഷ്മിക്ക് വോട്ട് ചെയ്യുന്നില്ല. ഇത് പർപ്പസ്ഫുള്ളി ആദിലയുടെ അടുത്ത് ലക്ഷ്മി വീട്ടിൽ കയറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞ സാധനം കാണിച്ചതിന്റെ ഒരു റിവഞ്ച് എടുക്കുന്നതാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ അത് ഞാൻ പറയുന്നത് ഓക്കെ, അത് ലക്ഷ്മി പറഞ്ഞ തെറ്റാണ്, ഫൈൻ സമ്മതിക്കുന്നു. പക്ഷേ
ലാലേട്ടൻ വന്ന് വിലക്കി, ഗസ്റ്റുകൾ വന്ന് പൂശി, എല്ലാം കഴിഞ്ഞു. ഇനി അത് മാറ്റുക, നമുക്ക് പുതിയതിലേക്ക് പോകണം. ഈ പഴയതിൽ തന്നെ കിടന്ന് മാന്താതെ പുതിയ രീതിയിലോട്ട് പോകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ലക്ഷ്മി ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ചെയ്യുന്ന കാര്യങ്ങൾ പഴയതുമായിട്ട് കമ്പയർ ചെയ്യാതെ പരിഗണിക്കാൻ നോക്കുക. അപ്പൊ എനിക്ക് ഒരു വോട്ട്, എനിക്ക് ഇത്ര ഞാൻ പറയണ്ടെന്ന് വിചാരിച്ചിരുന്നു, ഒരു വോട്ട് പോലും ലക്ഷ്മിക്ക് ആരും പറഞ്ഞില്ല. ബിക്കോസ് ഓഫ് ആദിലെ കേസ് ആയിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ജയിലിലും അതുപോലെ തന്നെ റനയെ സെലക്ട് ചെയ്യുന്നുണ്ട്. റിയാസിന് കൊടുത്തിട്ടുള്ള സീക്രട്ട് ടാസ്കിൽ ഒരെണ്ണം റിയാസിന്റെ അബദ്ധവശാൽ കയ്യിൽ നിന്ന് പൊട്ടുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഇന്ന് വെളുപ്പിനെ 5 മണിക്ക് തുടങ്ങിയ യുദ്ധമാണ് വീട്ടിനകത്ത്. അതെ, 5 മണിയായപ്പോൾ ഇന്ന് പാട്ടിട്ടു. അപ്പൊ എന്തൊക്കെയാണ് ഇന്നത്തെ ദിവസം നടന്നത്? ബിഗ് ബോസ് സീസൺ 7ന്റെ ഡേ 46 സെപ്റ്റംബർ 18 ഫുൾ എപ്പിസോഡ് റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലറ്റ് മീഡിയ. ഐ എം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്യണം. ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പൊ തന്നെ നമ്മുടെ FB പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയും ചെയ്യണം. വീഡിയോ ഹൈപ്പ് ചെയ്യാൻ മറന്നു പോവരുത്. അപ്പോ മോർണിംഗ് തന്നെ ഈ പറയുന്ന 5 മണിക്ക് വരെ എല്ലാവരെയും പാട്ടിട്ട് ബിഗ് ബോസ് എഴുന്നേൽപ്പിക്കുന്നു. സോനാ സോനാ നീ ഒന്നാം നമ്പർ നമ്പർ, അതാണ് പാട്ട്. മോർണിംഗ് ഈ പറയുന്ന നിങ്ങൾ എപ്പിസോഡ് കണ്ടിട്ടായിരിക്കും ഇത് കാണുന്നത്. ഇത് അതിന്റെ കഥ പറച്ചിലല്ല, അനാലിസിസ് ആണ്. സോ ഷാനവാസിന്റെ ഒരു പക്ക ഗെയിം പ്ലാൻ ആണ് എനിക്ക് അതിൽ നിന്ന് മനസ്സിലായത്. കാരണം എങ്ങനെ ആ ടാസ്ക് ഷാനവാസിന്റെ പേരിൽ അറിയപ്പെടാം? സീസൺ 6 ഹോട്ടൽ ടാസ്ക് എന്ന് പറയാം, സീസൺ 7 ഹോട്ടൽ ടാസ്ക് എന്ന് പറയുമ്പോൾ എങ്ങനെ എൻ്റെ പേരിൽ അറിയപ്പെടാം എന്നുള്ള ഒരു രീതിയിൽ ഷാനവാസ് പക്ക ഗെയിം കളിച്ചു. കാരണം വളരെ വിസിബിൾ ആണ്. ചെറിയ ഒരു കേസിനാണ് ഷാനവാസ് പൊലിപ്പിച്ച് വലുതാവുന്നത്. റിയാസിന്റെ സ്വഭാവം വെച്ച് റിയാസ് പ്രൊവോക്ക് ചെയ്ത് രണ്ടുപേരും ബ്ലാസ്റ്റ് ആവുന്നു. അത് ഫുള്ള് ഷാനവാസിന് നല്ല രീതിയിൽ കോണ്ടന്റ് കിട്ടുന്നു. എന്താ പറയാ, റിയാസിന്റെ കൂടെയാണ് ഷാനവാസ് വഴക്ക് കൂടിയത്. റിയാസ് കണ്ടസ്റ്റന്റ് അല്ല. അപ്പൊ റിയാസിന് എന്തായാലും അവിടെ വോട്ടൊന്നും വീഴാൻ പോകുന്നില്ല. ദെൻ നോമിനേഷനിലുള്ളത് ആരാണ്? ഷാനവാസ് ആണ്. സോ ഷാനവാസിന് നല്ല മാതിരി അളവിനൊരു വോട്ട് ഇന്ന് കിട്ടാനുള്ള സാധ്യതയുണ്ട് ബിക്കോസ് ഓഫ് ദാറ്റ് ആക്ട്. കാരണം അത് തൂക്കിക്കളഞ്ഞു. അത് ഗസ്റ്റിനെ അത് പറഞ്ഞു ഇത് പറഞ്ഞു എന്നുള്ളതല്ല, ഗസ്റ്റിനെ അനുസരിക്കാതെ റിയാസിന് എതിരായിട്ട് നിന്ന് ഹിന്ദി ബിഗ് ബോസിലൊക്കെ ചലഞ്ചേഴ്സ് വരുമ്പോൾ നീ നിന്റെ കാര്യം നോക്കിയാൽ മതി, നീ കൂടുതൽ കൊണ അടിക്കണ്ട എന്ന് പറഞ്ഞുള്ള ഒരു സാധനം അങ്ങ് അടിച്ചു വിട്ട് വീട്ടുകാർ ഫുള്ള് അങ്ങ് എഗെയിൻസ്റ്റ് ആയി. അനീഷ് മാത്രമുണ്ട് ഷാനവാസിന്റെ കൂടെ, ബാക്കി എല്ലാവരും അങ്ങ് എഗെയിൻസ്റ്റ് ആയി. കോർണറിങ് സാധനം അവിടെ ഓട്ടോമാറ്റിക്കലി ഫീലായി. ഷാനവാസ് ടാസ്ക് അങ്ങ് തൂക്കി, എപ്പിസോഡും തൂക്കിയിട്ടുണ്ട്. റിയാസിന് ട്രിഗറായി മാക്സിമം റിയാസിന് പറ്റുന്ന സാധനമെല്ലാം റിയാസ് കൊടുക്കുന്നുണ്ട്. പക്ഷേ റിയാസ് കാണിക്കുമ്പോൾ ആർക്കാ സ്ക്രീൻ സ്പേസ് കിട്ടുന്നത്? ഷാനവാസിനാണ് കിട്ടുന്നത്. പക്ഷെ ഷാനവാസ് കച്ചറ വർത്താനം പറഞ്ഞ് റിയാസിന് തിരിച്ചൊന്നും പറയാൻ പറ്റാത്ത ലെവലില് ഇംഗ്ലീഷിൽ ഇല്ലാത്ത തെറി കണക്ക് കച്ചറ വർത്താനം പറഞ്ഞു കൊടുത്തു. ടാസ്ക് ഫുൾ ട്വിസ്റ്റായി, തിരിഞ്ഞു, ടേൺ ചെയ്തു. എപ്പിസോഡ് മാത്രമല്ല, ഈ പറഞ്ഞ എപ്പിസോഡിനകത്ത ഒരു സാധനം അല്ലെങ്കിൽ ലൈവിലെ ഒരു സാധനം തൊഴിലാളി വർഗത്തിന്റെ മണ്ടയിൽ ഇത് നീ കയറാൻ പാടില്ല, നീ അടങ്ങാം, ഏത് ഗസ്റ്റ് ആയാലും തൊഴിലാളിയുടെ മണ്ടേ കയറാൻ പാടില്ല എന്ന് പറയുന്ന ഒരു ഡയലോഗ് സാധാരണക്കാരെ പിടിച്ച് ഇരുത്താൻ പറ്റുന്ന ഒരു സൂപ്പർ പ്ലേ ആണ്. അത് കറക്റ്റാ ഷാനവാസ് യൂസ് ചെയ്ത് കളിച്ചു. ഓക്കെ, അവിടെ ഷാനവാസ് ആ സാധനം തൂക്കി. ദെൻ ഇതിനകത്ത് ഇവർക്ക് റിവ്യൂ ഒക്കെ കൊടുക്കാൻ വരുന്നുണ്ട്. GMന്റെ പ്രസംഗം, പിന്നെ അതിനുശേഷമുള്ള ഡാൻസ്, നെവിന്റെ വീട്ടിലെ ആരോഗ്യ സംരക്ഷണം, ആര്യൻ, അതുപോലെ തന്നെ നമ്മുടെ ലക്ഷ്മി, റന റിയാസ്, ഇവർ 4 പേരും കൂടിയാണ് അടുത്ത സ്റ്റാറുകൾ ഡിസൈഡ് ചെയ്യാനുള്ളത്. അപ്പൊ ഇത് ഇന്റൻഷ്യലി ഷാനവാസിന്റെ ഇവർ വീണ്ടും ഷാനവാസിന്റെ മണ്ടയ്ക്ക് പിടിക്കാനായിട്ട് പോവാണ്. പക്ഷെ അവിടെയും സ്കോർ ചെയ്തത് ഷാനവാസ് ആണ്. തിരിച്ച് അവരുടെ മണ്ടയിൽ പ്രൊവോക്ക് ചെയ്യാൻ പോയി, ഇവർ പറയുന്നതിന് തിരിച്ചു പറയാൻ പോയി. സീരിയലിനെ അതിൻ്റെ ഇടയിൽ കൂടി റിയാസ് ഇൻസൾട്ട് ചെയ്തു. ഷാനവാസ്, ദിസ് ഈസ് നോട്ട് യുവർ ചീപ്പ് സീരിയൽ എന്നുള്ള സാധനം പറഞ്ഞു. ബിന്നി അതിൽ ഇടപെട്ടു. നമ്മുടെ സീരിയലിൽ വർക്ക് ചെയ്യുന്നു. ഞാൻ അന്നേരം റിയാസ് ഈ സാധനം പറഞ്ഞപ്പോൾ ഞാൻ ആലോചിച്ചു, ബിന്നി അവിടെ ഇടപെട്ടില്ല എന്നുണ്ടെങ്കിൽ അത് പിന്നെ അവിടെ പറഞ്ഞിട്ട് ബിന്നിക്ക് വ്യക്തിത്വം ഉണ്ടെന്ന് പറഞ്ഞിട്ടൊരു കാര്യമില്ല. ബിക്കോസ് അവർ വർക്ക് ചെയ്യുന്ന ഒരു സീരിയലാണ്. സോ അവർ റിയാക്ട് ചെയ്യേണ്ടതാണ്. അവർ പക്ക റിയാക്ട് ചെയ്തു. സാർ അങ്ങനെ പറയരുത്. അപ്പോൾ ഓക്കെ, ബിന്നി ചീഫ് സീരിയൽസ് ഉണ്ട്, ഓക്കെ ഓക്കെ അങ്ങനെ പറയാം, നിങ്ങൾ പറഞ്ഞത് ഓക്കെ, പക്ഷേ ഞാൻ സീരിയലിൽ വർക്ക് ചെയ്യുന്ന ആളാണ്, അപ്പോൾ നിങ്ങൾ ആ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ശരിയല്ല എന്ന് പറയുന്നുണ്ട്. ദെൻ ലിവിംഗ് റൂമിൽ വിളിച്ചു വരുത്തി ഷാനവാസിന്റെ സ്റ്റാറുകൾ ചോദിക്കുമ്പോൾ കൊടുക്കുന്നില്ല. വൻ വിഷയമാവുന്നു. എല്ലാവരും പിരിഞ്ഞ് അവരുടെ കാര്യം നോക്കി പോകുമ്പോൾ നെവിൻ വീണ്ടും ഷാനവാസിന്റെ മണ്ടേക്കാരൻ പോകുമ്പോൾ കറക്റ്റ് ആയിട്ട് മറ്റേ കേസ് ഈ ചലഞ്ചേഴ്സ് വന്നപ്പോഴത്തേക്ക് ഒന്ന് അണഞ്ഞിരിക്കുകയായിരുന്നു നെവിന്റെ കേസ്. ഇത് കറക്റ്റ് പ്ലോട്ട് ചെയ്യുന്നുണ്ട് ഷാനവാസ്. നിങ്ങളുടെ ചീഫ് ഷോ കാണാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞപ്പോൾ നീ എൻ്റെ അടുത്ത് വൃത്തികേട് കാണിച്ചിട്ടാണല്ലോ ഇപ്പൊ നിന്റെ ചീഫ് ഷോ കാണണ്ട നീ പറഞ്ഞത്. അപ്പൊ വീണ്ടും എന്ത് വൃത്തികേടാണോ ഞാൻ കാണിച്ചത്? തന്നെ പോലുള്ള വൃത്തികെട്ട പാരന്റിങ് എന്ന് പറയുമ്പോൾ എന്ത് പാരന്റിങ്? നിന്നെ പോലെ പലരെയും ഞാൻ ബസ് സ്റ്റോപ്പിലും
ബസ്സിനകത്തും കണ്ടിട്ടുണ്ട്, നീ ചെയ്യുന്ന പോലെ അവരും ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നീ കൂടുതൽ അടിക്കല്ലേ, അവരെയൊക്കെ ഞാൻ മാറ്റി വെട്ടിട്ടുണ്ടെന്ന് പറയാണ്. അപ്പൊ പ്യൂർലി ഇതിനകത്ത് ഞാൻ ചോദിക്കട്ടെ, ബസ് സ്റ്റോപ്പിലും ബസ്സിനകത്ത് നമുക്ക് പലർക്കും ദുരനുഭവം ഉണ്ടായിട്ടുണ്ട്. എന്ത് അനുഭവമാണ് ഒരു ആണിൽ നിന്നും ബസ്സിൽ നിന്നും ദുരനുഭവം ഉണ്ടാവുന്നത്? ആ സാധനമാണ് ക്ലിയർലി ഷാനവാസ് ഇവിടെ ഉന്നയിക്കുന്ന അലിഗേഷൻ. അത് വാട്ട് മേ ബി ശരിയായിക്കോട്ടെ തെറ്റായിക്കോട്ടെ, ഇറ്റ്സ് എ വെരി ഹ്യൂജ് അലിഗേഷൻ. സോ ലാലേട്ടൻ മസ്റ്റ് ഇത് ചോദിക്കണം എന്നുള്ള കാര്യമാണ് എൻ്റെ അഭിപ്രായം. പക്ഷെ ഇത് എങ്ങനെ ചോദിക്കും? നെവിനെ പിടിച്ചോ എന്ന് ചോദിക്കോ? എനിക്ക് അറിഞ്ഞുകൂടാ ഇത് എങ്ങനെ ലാലേട്ടൻ വന്ന് ഇത്. ലാലേട്ടൻ മിക്കവാറും ഈ സീസണോടുകൂടി കളഞ്ഞിട്ട് പോകും. ഇമാതിരി ചന്ത വർത്താനം എങ്ങനെ വന്ന് ചോദിക്കും? അപ്പൊ ഇതിൽ നിന്നും വ്യക്തമാണ് നെവിൻ എന്താണ് ഷാനവാസിനെ ചെയ്തതെന്ന് ഷാനവാസ് പറയുന്നുണ്ട്. ദെൻ അടുത്തത് ഭയങ്കര വിഷയമായി മാറുന്നു. ലക്ഷ്മിയൊക്കെ സ്ട്രൈക്ക് എടുക്കുന്നുണ്ട്, ഫുഡൊന്നും കഴിക്കൂല എന്ന് പറഞ്ഞിട്ട്. പിന്നീടാണ് ഷാനവാസ് ഇത് അടുക്കി അനീഷിൻ്റെ അടുത്ത് ഓരോന്ന് വീതം പറയുന്നത്. ബെഡ് മാറിക്കിടക്കണമെന്ന് ഞാൻ ആദ്യം പറഞ്ഞു, എൻ്റെ അവിടെ പിടിച്ചപ്പോൾ ഞാൻ അടിച്ചു. പിന്നെ പുതപ്പിൻ്റെ അടിയിലെ വിഷയമാണിത്. പ്രേക്ഷകർ ക്യാമറയുടെ തല്ലേ കണ്ടിട്ടുള്ളൂ, പുതപ്പിനകത്തെ സിനിമ വരട്ടെ. ബസ് സ്റ്റാൻഡിൻ്റെ വിഷയം, അതുപോലെ വൃത്തികേട് കാണിച്ചു. ഈ 5 സാധനവും പോയിന്റ് ഔട്ട് ചെയ്യുന്നത് ഷാനവാസിനെ മറ്റെടുത്ത് പിടിച്ചു എന്നുള്ള രീതിയിൽ തന്നെയാണത്. അത് ശരിയാണെങ്കിൽ അത് നെവിൻ്റെ ലൈഫേ തൊലയ്ക്കുന്ന സാധനമാണത്. അത് നെവിൻ തന്നെ ഉണ്ടാക്കി വെച്ചതാണെന്ന് നമുക്ക് പറയേണ്ടി വരും, അല്ലേ? ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പോയിട്ട് ഇങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. വിത്തൗട്ട് കൺസെൻറ്റ് ആരോടത്തും ഇങ്ങനെ ചെയ്യാൻ പാടില്ല, വിത്തൗട്ട് കൺസെൻറ്റിൽ. അപ്പോൾ ഈ സാധനം ഷാനവാസ് ചോദിക്കുമ്പോൾ അത് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ളൊരു കാര്യമാണ്. ഇത് റിയൽ ആണെന്നുണ്ടെങ്കിൽ, നേരെ മറിച്ചിത് ഫേക്ക് ആണെന്ന് തെളിവാണെന്നുണ്ടെങ്കിൽ ഇത് പ്ലേറ്റ് മറിയും. പക്ഷെ ഇതിനെ റിയൽ ആണെങ്കിൽ പോലും ഫേക്ക് ആണെന്നുള്ള സാധനമേ പുറത്ത് വരുള്ളൂ. ബിക്കോസ് ദിസ് ഇസ് ബിഗ് ബോസ്, ദിസ് ഇസ് ലാലേട്ടൻ വീക്കെൻഡ്. അങ്ങനെ അവർക്ക് അതിനെ മറിച്ചിടാനേ കടി കൊണ്ട് പറ്റുള്ളൂ. ബിക്കോസ് ഷോയ്ക്ക് ഒരു റെപ്യൂട്ടേഷൻ ഉണ്ട്, അത് കളഞ്ഞിവർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ദെൻ പലരും പല ഒപ്പീനിയൻസ് ഈ വിഷയത്തിൽ പറയുന്നുണ്ട്. ജിഷിൻ ഷാനവാസിന്റെ കൂടെ നിൽക്കുന്നുണ്ട്, പക്ഷെ ജിഷിന് സ്റ്റാൻഡ് ഇല്ല. ബിക്കോസ് എന്താന്ന് വെച്ചാൽ ജിഷിൻ പബ്ലിക്കലി എല്ലാവരുടെയും മുന്നിൽ ഷാനവാസിന്റെ കൂടെ നിൽക്കത്തില്ല. പേഴ്സണലി ഷാനവാസിന്റെ കൂടെ ഇങ്ങനെ ചാഞ്ഞ് കിടക്കുന്നുണ്ട്. പക്ഷേ എല്ലാവരും കൂടെ നിൽക്കുമ്പോഴത്തേക്കും ന്യൂട്രൽ ആയിട്ടുള്ള ലെവലിലാണ് ജിഷിന്റെ കളി. ലോങ് സൈറൻ വരെ ഇവരുടെ വഴക്ക് കാരണം ബിഗ് ബോസ് അടിക്കുന്നുണ്ട്. അമ്മാതിരി അളവിന് ഇവരവിടെ കിടന്ന് ഈ വിഷയം, ഇത് തന്നെ ഒരു 3-4 മണിക്കൂർ ലൈവിൽ നടക്കുന്ന ചർച്ചയാണിത്. ദെൻ ജിസൈൽ, അതുപോലെ തന്നെ അക്ബർ, നൂറ, ഇവർക്കൊക്കെ സ്റ്റാറുകൾ, ബാക്കിയുള്ള സ്റ്റാറുകൾ കൊടുക്കുന്നു. ഷാനവാസിനും ജിസൈലിനും ഈക്വൽ സ്റ്റാറുകൾ വരുമ്പോൾ ഇവർ 2 പേരിൽ ഒരാളെ വീട്ടുകാർ സെലക്ട് ചെയ്യാൻ പറയുന്നു. നോ കൺഫ്യൂഷൻസ്, ജിസൈലിനെ സെലക്ട് ചെയ്യുന്നു. അവിടെ ഷാനവാസിന്റെ കൂടെ നിൽക്കുന്നത് അനീഷ്, ജിഷിന്, അനു. ക്ലിയർലി വിസിബിൾ ഇവർ 3 പേരും ഷാനവാസിന്റെ കൂടെയാണെന്നുള്ളത്. അതിനകത്ത് ക്വസ്റ്റ്യൻ വരുന്നത് അനുവിന്റെ നേരെയാണ്. അനുവിനെ എക്സ്പോസ് ആക്കാൻ വേണ്ടി റിയാസ് മാക്സിമം നോക്കി. അനു എന്തിനാണ് ഇത്രയും ഇയാളുടെ പ്രഹസനം കണ്ടിട്ടും ഈ ഹോട്ടലിൽ നടത്തിയ വിഷയങ്ങൾ കണ്ടിട്ട് എന്തിനാ അനു ഇയാളുടെ കൂടെ നിന്നു? എനിക്ക് നിൽക്കാൻ തോന്നി. പക്ഷെ അവിടെ അനു എന്തുകൊണ്ട് നിന്നു എന്നുള്ളതിനൊരു റീസൺ പറഞ്ഞില്ല. ലാലേട്ടൻ വന്നത് ചോദിക്കുമായിരിക്കാം മിക്കവാറും. ഹോട്ടലിന്റെ മാനേജറായിട്ട് ഇരുന്നിട്ട് ഇത്രയും വേല കാണിച്ച ഒരു ഹൗസ് കീപ്പറിന്റെ കൂടെ എന്തിന് അനു നിന്നു എന്നുള്ള ചോദ്യം തികച്ചും വാല്യുബിൾ ആണ്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അനുവിന് വേറെ എന്തെങ്കിലും റീസൺ പറഞ്ഞ് ഒഴിവാകാമായിരുന്നു. ജിസേലിനെ വീട്ടുകാരെല്ലാം കൂടെ സെലക്ട് ചെയ്യുന്നു. പണിപ്പുര വേണ്ട, ക്യാപ്റ്റൻസി മതി എന്ന് പറയുന്നു. റനയും സാബു ആണ് അതിനകത്ത് ഏറ്റവും സ്റ്റാർ കുറഞ്ഞു വരുന്നത്. അതിനകത്ത് റനയെ തന്നെ എല്ലാവരും ഇരുന്നങ്ങ് പറഞ്ഞ് ജയിലിലേക്ക് പൂട്ടാനുള്ള വകുപ്പാക്കുന്നുണ്ട്. ദെൻ റിയാസ് ഒരാളെ ഡയറക്റ്റ് എന്ത് ചെയ്യാം, ഇതിലേക്ക് കൊണ്ടുവരാം. അല്ല, പിന്നെ ആദില, ആര്യൻ, ലക്ഷ്മി, ഇവർ 3 പേരുടെ പെർഫോമൻസ് ബേസ് ചെയ്തിട്ട് ഒരാളുടെ പേര് വീട്ടുകാർ പറയുക, നോമിനേറ്റ് ചെയ്തിട്ട് അവരെ ക്യാപ്റ്റൻസിയിലേക്ക് കൊണ്ടുവരാൻ പറയുന്നു. മിക്ക ഉള്ളവർ എനിക്ക് തോന്നുന്നു 13 പേരും 12 പേരും ആദിലയുടെ പേരാണ് പറയുന്നത്. 2 പേര് ആര്യന്റെ പേര്, ആരും ലക്ഷ്മിയുടെ പേര് പറയുന്നില്ല. പക്ഷെ ലക്ഷ്മി വാസ് ഡൺ എ സൂപ്പർ പെർഫോമൻസ് ഇതിനകത്ത്. എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. ആദില എന്തമാതിരി അളവിന് ചെയ്തോ അതേപോലെ തന്നെയാണ് ലക്ഷ്മിയും അതിനകത്ത് പെർഫോം ചെയ്തിരിക്കുന്നത്. ഒരു GM, ജനറൽ മാനേജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇരിക്കാൻ ചെയ്യാവൂ, കുറച്ച് കാര്യങ്ങൾ നിയന്ത്രിക്കാൻ, മാനേജ് ചെയ്യുക. അതുക്കപ്പുറം അവർക്ക് ഒന്നുമേ ചെയ്യാൻ പറ്റൂല. അവർ സൂപ്പറായിട്ട് പെർഫോം ചെയ്തു. അവരുടെ കോസ്റ്റ്യൂം ആയാലും അവരുടെ സ്റ്റൈലായാലും ഈ ടാസ്കിനകത്തുള്ള അവരുടെ ആറ്റിറ്റ്യൂഡ് ആയാലും എല്ലാം പക്കയായിട്ടാണ് എനിക്ക് തോന്നിയത്. പക്ഷെ അതിനകത്ത് ഈ പറഞ്ഞ വീട്ടുകാരുടെ ഡബിൾ സ്റ്റാൻഡാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ബിക്കോസ് ലക്ഷ്മി നല്ലത് ചെയ്താലും ഇനി ഇവരാരും ഒരു കുറച്ച് നാളത്തേക്ക് അനങ്ങത്തില്ല. കാരണം ലക്ഷ്മിക്ക് എന്തെങ്കിലും പോസിറ്റീവ് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്ത് നെഗറ്റീവ് ആകുമോ എന്ന ചിന്ത എല്ലാവർക്കും നല്ലപോലെ ഉണ്ട്. അതുകൊണ്ട് ആരും ലക്ഷ്മിയുടെ പേര് പറയത്തില്ല. ഓക്കെ, അങ്ങനെ ആദിലേക്ക് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടി. ആദിലയും ക്യാപ്റ്റൻസി കയറുന്നു. ദെൻ റിയാസിന്റെ ഡയറക്റ്റ് ഒരാളെ പറയാൻ പറ്റുന്നുണ്ട്. ഒനിയിലും അതിനകത്ത് വരുന്നുണ്ട്. ദെൻ പിന്നീട് റിയാസിന് കൊടുത്തിട്ടുള്ള സീക്രട്ട് ടാസ്കുകളിൽ ഒരെണ്ണം പൊട്ടിപ്പോകുന്നതും കാണിക്കുന്നുണ്ട്. അനീഷും ഷാനവാസും കൂടി പിന്നീട് നെവിനെ കുറിച്ചിരുന്ന് കാര്യമായി പറയുന്നുണ്ട്.
അനീഷ് ഈ പറഞ്ഞ പോലെ ഷാനവാസിന്റെ അടുത്ത് വളരെ വിസിബിളി പറയുകയാണ്, ഈ ആഴ്ച നിന്റെ ഭാഗത്ത് ന്യായം വന്നില്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ എന്ന് വെച്ചപ്പോൾ എനിക്കൊരു പേഴ്സണാലിറ്റി ഉണ്ട്, എനിക്കൊരു വ്യക്തിത്വമുണ്ട്, അത് ഉറപ്പായിട്ട് ഞാൻ പണയം വെക്കൂല എന്ന് പറയാം. ബിക്കോസ് എനിക്ക് തോന്നുന്നു ഈവൻ ഇങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ ഇത് ലാലേട്ടനോ ബി ടീമോ ദോഷം മറിക്കും പോലെ കമത്തി ഇങ്ങനെ ഇടാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഷാനവാസ് ക്വസ്റ്റ്യൻ ചെയ്യും, മിക്കവാറും നടപടി ആയില്ല എന്നുണ്ടെങ്കിൽ നെവിന് കൊടുത്തിട്ട് ഇറങ്ങി പോകുന്നതാണ് എനിക്ക് ഇതിന് മനസ്സിലാവുന്ന സാധനം. ഓക്കെ, പക്ഷേ വൈകുന്നേരം നെവിൻ ബിന്നിയുടെ അടുത്ത് പറയുന്നുണ്ട് ആദിലയുടെ നൂറയുടെ നടുക്ക് ഞാൻ കിടന്നപ്പോൾ അവർക്ക് വിഷയമാണെന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് മാറി കൊടുത്തിട്ടുണ്ട്. ഓക്കെ ഫൈൻ. പക്ഷേ ബിന്നി അതിനകത്തൊരു ബിന്നി ഇതിനിടയ്ക്ക് വെച്ച് ഏതോ ഒരു എപ്പിസോഡ് പറഞ്ഞു എനിക്ക് പ്രശ്നമൊന്നുമില്ല, നെവിൻ്റെ ഭാഗത്തുനിന്ന് ഒരു മോശമായ ബുദ്ധിമുട്ടും എനിക്ക് ഉണ്ടായിട്ടില്ല. പക്ഷേ ഇതേ ബിന്നിയാണ് ഷോ തുടങ്ങിയ ഒരു 5-ാമത്തെയോ 6-ാമത്തെയോ ദിവസം പറയുന്നുണ്ട് അവൻ എൻ്റെ അടുത്ത് വന്ന് ഒരുമാതിരി ചാടി മറിഞ്ഞാൽ കിടന്നപ്പോൾ ഞാൻ പറഞ്ഞു പറ്റില്ല, എനിക്ക് ഡിസ്കംഫർട്ട് ആണെന്ന് പറഞ്ഞു എന്ന്. അതേ ബിന്നിയാണ് ഇപ്പം മാറ്റി പറയുന്നത്. അവിടെ ബിന്നിയുടെ ഒരു ഡബിൾ സ്റ്റാൻഡ് ഈ കേസിൽ പൊളിഞ്ഞിട്ടുണ്ട്. ഞാൻ 2 ദിവസം മുന്നേ നോക്കി വെച്ചു, പക്ഷെ പറയാൻ മറന്നു പോയതാണ്. ഇത്രയാണ് ഇന്നത്തെ എപ്പിസോഡിൽ ടോട്ടൽ നടന്ന വിഷയം. ഉച്ചയ്ക്ക് ശേഷം ഇവർ നല്ല ഉറക്കമായിരുന്നു. രാവിലെ 5 മണിക്ക് വിളിച്ചെഴുന്നേപ്പിച്ചുകൊണ്ട് നല്ല ഉറക്കത്തിൽ ഇവർ കിടന്നു. ബി ഒന്നും മിണ്ടിയില്ല. പിന്നെ ഈ സീസൺ ഉറങ്ങാൻ വേണ്ടി കൊടുത്തതാണല്ലോ, ബിഗ് ബോസിന് വേറെ വിഷയമൊന്നും ഇല്ലാത്തതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. അപ്പം ഇതാണ് ഇന്നത്തെ ദിവസം നടന്നത്. നിങ്ങൾക്ക് ആരെയാണ് ഇഷ്ടപ്പെട്ടത്? റിയാസിനെയാണോ ഷാനവാസിനെയാണോ? ആരുടെ ഭാഗത്താണ് ശരി, ആരുടെ ഭാഗത്താണ് തെറ്റ്? നിങ്ങൾക്ക് എന്ത് തോന്നി എന്നുള്ളത് മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്യുക. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. അപ്പോൾ അടുത്ത എപ്പിസോഡ് റിവ്യൂ ആയിട്ട് വരാം, പ്രൊമോട്ട് അപ്ഡേറ്റ് ആയിട്ട് വരാം. അപ്പോൾ അതുവരേക്കും ബൈ ബൈ.